ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ക്രിസ്ത്യൻസ് പെസഹ വ്യാഴാഴ്ച തയ്യാറാക്കി എടുക്കുന്ന പെസഹ പാലും പെസഹ അപ്പവും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനെ കുരിശപ്പം എന്നൊക്കെ പറയും. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. അതുവരെ ഈ റെസിപ്പിയെ കുറിച്ചിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. പെസഹ അപ്പം കഴിക്കുന്നത് പെസഹ പാൽ ഒഴിച്ചിട്ടാണ്. രണ്ടും തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഓരോ സ്ഥലങ്ങളിലും കുറച്ച് വ്യത്യാസത്തോടെയാണ് ഇത് തയ്യാറാക്കുന്നത്. ഈ റെസിപ്പി എനിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ml ആണ്. നിങ്ങൾ ഏത് കപ്പിലാണോ അളന്നെടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാം അളന്നെടുത്താൽ മതി കേട്ടോ. ഈ അളവ് വെച്ചിട്ട് നമുക്ക് 2 പെസഹ അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 3 മണിക്കൂർ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നല്ല വെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ. ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചു എടുക്കുന്നത്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. നന്നായിട്ട് കഴുകി എടുത്തതാണ്. ഇതിലോട്ടും നല്ല വെള്ളം ഒഴിച്ചിട്ട് 3 മണിക്കൂർ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പെസഹ അപ്പം അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. ഇത് അരി വെച്ച് തയ്യാറാക്കി എടുക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്നും അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഇഡലിയുടെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. വെള്ളം കൂടി പോകരുത്. ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് അരച്ചെടുക്കേണ്ടത്. ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഉഴുന്ന് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അരിയും അരച്ചെടുത്തിട്ടുണ്ട്. അരിയും നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ. അരിയിലും കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു. അത് കുറച്ച് മാറ്റിയതിന് ശേഷമാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് തേങ്ങ, 5 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം. കൂടുതൽ അരഞ്ഞു പോവണ്ട. നമ്മൾ തോരനും അവിയലിനും ഒക്കെ അരക്കില്ലേ, അതേ പരുവത്തിൽ അരച്ചെടുത്താൽ മതി. വെള്ളം ഒന്നും ചേർക്കരുത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് 2-3 പ്രാവശ്യം പസ് ബട്ടൺ അമർത്തിയാൽ മതി. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം അപ്പം ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ സമയം വയ്ക്കരുത്, എന്നാൽ ഇത് പുളിച്ചു പോവും. ഇത് പുളിയില്ലാത്ത അപ്പമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം മാത്രം മാറ്റി വെച്ചാൽ മതി. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നോക്കാം. ഇനി നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ഊണ് കഴിക്കുന്ന വട്ടത്തിലുള്ള പാത്രം എടുത്താലും മതി. ഇതിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. അപ്പം പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കുന്ന അതേ കനത്തിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ 2ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. ഒന്ന് നിരപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ചിട്ട് ആവി കയറ്റി എടുത്താൽ മതി. 20 മുതൽ 25 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ വെന്ത് കയറാൻ വേണ്ടിയിട്ട്. കൂടുതൽ മാവ് ഒഴിച്ചാൽ കൂടുതൽ സമയം എടുക്കും. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം കുത്തി വല്ലതും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. മാവൊന്നും പിടിച്ചു വന്നിട്ടില്ല. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് എടുത്തു മാറ്റാം. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ചൂട് മാറിയതിന് ശേഷം പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ചൂട് മാറുമ്പോഴേക്ക് നമുക്ക് പെസഹ അപ്പത്തിൻ്റെ കൂടെ കഴിക്കുന്ന പെസഹ പാല് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പെസഹ പാല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് പാനി കാച്ചി എടുക്കണം. ഞാനിവിടെ 80 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് പാനി കാച്ചി എടുക്കാം. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ശർക്കരയിലെ അഴുക്കും കരടും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 1/2 കപ്പ് 2ആം പാലാണ്. 1/2 കപ്പ് 1ആം പാലും വേണം. അപ്പം ഞാൻ 1 കപ്പ് തേങ്ങ ചിരകി എടുത്തതിന് ശേഷം അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം 1ആം പാൽ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 2ആം പാലും ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്താൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ കലക്കിയെടുത്തത് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. തീ മീഡിയത്തിൻ്റെ സിമ്മിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കിത് ചൂടാക്കി എടുക്കണം. അടിയിൽ പിടിക്കരുത് കേട്ടോ, ചുവട് കെട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങണം. അപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കണം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 2 നുള്ള് നല്ല ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ എല്ലാത്തിൻ്റെ പൊടി ഉള്ളതുകൊണ്ട് അതാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൊടി ഇല്ലെങ്കിൽ 2 ഏലക്കയും 2 നുള്ള് ജീരകവും 1 ചെറിയ കഷ്ണം ചുക്കും കൂടെ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം പൊടിച്ചെടുത്തിട്ട് മൊത്തത്തിൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക. തീ കുറച്ചിടുക. ഇനി ഇത് വെട്ടി തിളപ്പിക്കേണ്ട, തിള വന്ന് തുടങ്ങുമ്പോൾ ഓഫ് ചെയ്യുക കേട്ടോ. 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. ഇപ്പം അപ്പവും തണുത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം. സൈഡിലൊരു കത്തി കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഒന്ന് തട്ടിയാൽ മതി, ഇളകി വരും. പെസഹ പാൽ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പത്തിൻ്റെയും പാലിൻ്റെ മുകളിൽ കുരിശും കൂടെ വയ്ക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇതേ രീതിയിലൊന്ന് അപ്പം ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പിക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.